ദാ ഈ ബോൾ പോലെ പൊങ്ങി വരുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായോ? നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രയുണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ബോളിയാണ്. ബോളി അല്ലെങ്കിൽ പുരൺപോളി എന്നൊക്കെ പറയും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള കടലപ്പരിപ്പ് ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് 3 മുതൽ 4 മണിക്കൂർ നേരത്തേക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ കടലപ്പരിപ്പിൻ്റെ വേവ് നല്ലപോലെ തന്നെ കുറഞ്ഞു കിട്ടും. ഇതിപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലെ വെള്ളം മാറ്റാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടും ഒരല്പം മാറട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ബോളി മൈദ ഉപയോഗിച്ചാണ് തയ്യാറാക്കാറ്. ഞാനിവിടെ ഗോതമ്പ് പൊടിയും മൈദയും പകുതി പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കപ്പ് വെള്ളം എടുത്തിരുന്നു. ഏകദേശം 3/4 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് കൂട്ടൊന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. സാധാരണ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കാം. നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ ഞാനിവിടെ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. പുറമെ ഡ്രൈ ആവാതിരിക്കാനാണ് ഇതുപോലെ എണ്ണ തടവി കൊടുക്കുന്നത്. 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിരുന്ന കടലപ്പരിപ്പിൻ്റെ ചൂടൊക്കെ ഒന്നൊരൽപ്പം ആറി വന്നിട്ടുണ്ട്. അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ മാഷറോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചും നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഇവിടെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ വലിയ കട്ടകളൊക്കെ നല്ല പോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടിപ്പ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പൊടിച്ച ശർക്കര ഞാനിവിടെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ചേർത്ത് കൊടുത്ത ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാകും. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജാതിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വരട്ടിയെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കി ഇത് നല്ല പോലെ തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ആയി വരുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെ അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് ഒരല്പം ആറി വന്നതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു രീതിക്ക് നമ്മൾ അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നമ്മളുടെ കടലപ്പരിപ്പിൻ്റെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. കുറച്ച് സമയം എടുക്കും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തായാലും ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതിനൊക്കെയുള്ള മാറ്റം മനസ്സിലാകും. ഇപ്പോൾ നമ്മളുടെ കൂട്ട് നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു പരത്തിയെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന കൂട്ട് 1 മണിക്കൂറായിട്ട് നല്ല പോലെ തന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇത് നീഡ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്.
ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഇപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. അതേ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മളുടെ കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ്ങും ഇവിടെ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ഉരുള എടുത്തതിന് ശേഷം അത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അരികുകൾ പ്രസ് ചെയ്തിട്ട് വേണം ഇതുപോലെ വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് കടലപ്പരിപ്പിൻ്റെ ആ ഒരു കൂട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ അരികുകളും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം എക്സസ് ആയിട്ട് വരുന്ന കൂട്ട് നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിക്ക് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ വേണ്ടൂ, ഒരുപാട് മൈദ ഡസ്റ്റ് ചെയ്യരുത്. അതൊന്ന് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചെറുതായിട്ട് മൈദ ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് ബലം കൊടുക്കാതെ നമുക്കിത് പരത്തിയെടുക്കാം. കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. എത്ര കനം കുറച്ച് പരത്താൻ വേണ്ടി പറ്റുമോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കാം. ഈ ഒരു രീതിക്ക് പരത്തിയെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് ഇതിട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്തോളൂ. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ആക്കി കൊടുക്കാം. നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കത് നല്ല പോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്കിത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു മറിച്ചിട്ട ഭാഗത്തും കൂടെ വീണ്ടും നെയ്യാക്കി കൊടുക്കാം. നെയ്യാക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടുന്നത്. അപ്പോൾ എണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല ബോൾ പോലെ തന്നെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിന് ചൂടാറുമ്പോൾ ഇതൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. നല്ല തൂവാല പോലെ ഇരിക്കുന്ന നമ്മളുടെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പകുതി ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. പക്ഷേ സോഫ്റ്റ്നെസ്സിനൊന്നും ഒട്ടും കുറവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് മധുരമൊന്നും കാണില്ല. മീഡിയം മധുരം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് 4 മണി പലഹാരമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.